എൻ വാസു ചില്ലറക്കാരനല്ല. ഉം. പക്ഷെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പലരും പലതരത്തിലുള്ള നിഗമനങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ വാസുവിന്റെ അറസ്റ്റ് അനിവാര്യമല്ലേ? വാസു ആരായിരുന്നു ശബരിമലയിൽ? വാസു യുവതീ പ്രവേശന കാലത്ത് അദ്ദേഹത്തിൻ്റെ മുഖഭാവവും കണ്ടു കഴിഞ്ഞ ഈദി അമീനെ പോലെയാണ് അദ്ദേഹം. വളരെ ക്രൂരമായിട്ട് ഇപ്പോൾ ഈ ഭീകരവാദികളൊക്കെ ചാന്ദിനി ചൗക്കിലേക്കുള്ള വഴിയിൽ ലാൽ കിലയുടെ അടുത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ കൊണ്ടുപോകുന്നത് പോലെ ആ ഒരു തീവ്രവാദ മനോഭാവത്തോടെ ശബരിമലയുടെ വിശ്വാസ ഗോപുരങ്ങൾ ഇടിച്ചു തകർക്കാൻ വേണ്ടി നടത്തിയ ആ ശ്രമം, ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെയായിരുന്നു, നിഷ്ഠുരമായ രീതിയിൽ ഈദി അമീനെ പോലെ യാതൊരു ദൈന്യവുമില്ലാത്ത മുഖമുമായിട്ട് അദ്ദേഹം ഇരുന്ന ആ ഇരിപ്പ് ഇപ്പോഴും ഓർമ്മിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡിയിലാക്കി വെച്ചു. അതിനുശേഷം പത്രക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതെങ്ങനെ വിഗ്രഹങ്ങൾ, ദ്വാരപാലക വിഗ്രഹങ്ങൾ എങ്ങനെ കൊണ്ടുപോയി എന്ന് ഓ ബബ്ബബ്ബ, ഒരിക്കലും ബബ്ബബ്ബ പറയാതെ പട്ടാള കമാൻഡർമാരെ പോലെ യാതൊരുവിധ ഫംബ്ലിങ്ങും ഇല്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്ന വാസുവിന് അന്നേരം ബബ്ബബ്ബ. ഇത് അയ്യപ്പൻ കൊടുത്ത ശിക്ഷയാണ് വാസുവിന്. നരേന്ദ്രമോദി പറഞ്ഞു, ഈ ഭീകരാക്രമണത്തിൽ ഓരോരുത്തരെയായി തേടിയെത്തി അവരെ ഏത് തുരങ്കത്തിൽ ഒളിച്ചിരുന്നാലും അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞതുപോലെ അയ്യപ്പൻ അന്നേ കണ്ടുവച്ച വ്യക്തിയാണിത്. ഒരു വിശ്വാസവുമില്ലാതെ ഒരു മതത്തിൻ്റെ, ഒരു പാവപ്പെട്ട മതത്തിൻ്റെ, തിരിച്ചടിക്കാനറിയാത്ത ഒരു മതത്തിൻ്റെ വിശ്വാസ ഗോപുരങ്ങളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ബുൾഡോസറായിട്ട് പ്രവർത്തിച്ച ആളാണ് വാസു. അതിന് കിട്ടിയ ശിക്ഷയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് 24 വരെ കൊട്ടാരക്കര സബ് ജയിലിൽ. കള്ളനും പോക്കറ്റടിക്കാരനും ഒക്കെ കിടക്കുന്ന ജയിലിൽ. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യരെ കൊണ്ടിട്ട് ആ ജയിലിൽ തന്നെ കിടക്കട്ടവൻ കമ്മീഷണറായിട്ട്, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടൊക്കെ പരകായ പ്രവേശങ്ങൾ കിട്ടിയ പണ്ടത്തെ മന്ത്രി പി കെ ഗുരുദാസൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന, പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്, കൊട്ടാരക്കര സബ് ജയിലിൽ. അത് കാലം കാത്തുവെച്ച കാവ്യനീതി തന്നെയാണ്. ഒരു സംശയം. വാസു ജയിലിലാണ്, ശരിയാണ്, പോക്കറ്റടിക്കാരന്റെ കൂടെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും വാസു ഇനി വാ തുറന്നിട്ടുണ്ടെങ്കിൽ, അതാണല്ലോ ഇനി എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. വാസുവിനും അറിയാമല്ലോ രഹസ്യങ്ങൾ. ആ രഹസ്യങ്ങൾ അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഈ അറസ്റ്റ് പോലും ഉണ്ടായിട്ടുള്ളത്. ആ രഹസ്യങ്ങളിലേക്കാണ് SITയുടെ പോക്കും. അപ്പൊ SITയുടെ ഈ പോക്ക് എന്ന് പറയുമ്പോൾ അടുത്ത പിടിയിലാകാൻ പോകുന്നത് പത്മകുമാർ ആയിരിക്കും. ആണല്ലോ. ഇപ്പൊ CPM അങ്കലാപ്പുണ്ട്. പത്മകുമാറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്കാണ് പോകുന്നത്. വാസു പത്മകുമാറിനോട് കൂടി അറസ്റ്റ് നിൽക്കുമെന്ന് പറഞ്ഞാൽ അല്ല, പറയുമെന്ന് പരസ്യമായിട്ട് ഓഫ് റെക്കോർഡായിട്ട് പത്മകുമാർ പറഞ്ഞു. പത്രക്കാർ ചോദിച്ചപ്പോൾ ദൈവതുല്യരായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്ന മനുഷ്യർ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ആരാ അദ്ദേഹത്തെ? ദൈവത്തിൽ വിശ്വാസമില്ല. CPMന്റെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ദൈവത്തിൽ വിശ്വാസമില്ല. അപ്പം ദൈവതുല്യരായിട്ട് അദ്ദേഹം കണക്കാക്കുന്ന ആരെയാ? ശബരിമല ശാസ്താവിനെയാ? അയ്യോ, അത് ദൈവമാണല്ലോ. ദൈവങ്ങൾ അവിടെ മന്ത്രിസഭയിൽ തന്നെ ഉണ്ട്. പല ദൈവങ്ങളുണ്ട്, അദ്ദേഹം ആരാധിക്കുന്ന ദൈവങ്ങൾ. അവരുടെ പേര് പറയുമെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അങ്കലാപ്പായിട്ടുണ്ടല്ലോ, വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് CPM ക്യാമ്പിൽ വലിയ അങ്കലാപ്പ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിവിടെ വരെ വരുമെന്ന് വിചാരിച്ചില്ല അവർ. ഇല്ല, പോറ്റിയിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷെ പോറ്റിയിൽ നിന്നില്ല, വാസുവിലെത്തി. ഇപ്പൊ വാസാർ പറഞ്ഞ പോലെ വലിയ അങ്കലാപ്പാണ്. അങ്കലാപ്പ് എന്ന് പറയുമ്പോൾ വാസു അറസ്റ്റിലായി. വാസുവിൽ അടുത്തത് സ്വാഭാവികമായും പത്മകുമാർ തന്നെയാണ്. ഈ പത്മകുമാർ കഴിഞ്ഞ് ഇനി എങ്ങോട്ട് എന്നുള്ളതാണ്. കാരണം കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഉള്ളത് കൊണ്ട് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഭരണ നേതൃത്വത്തിനും ഇടപെടാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇവിടത്തെ ഭരണ നേതൃത്വം എന്ന് പറയുന്നത് ഒരുപക്ഷെ കോടതിക്കും മേലെയൊക്കെ കരുതുന്ന ആളുകളായതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളൊരു അങ്കലാപ്പ് സത്യത്തിൽ സാധാരണക്കാർക്കുണ്ട്. പറയാം. അതായത് ഞാൻ അതിന് ക്രിമിനോളജിയിലെ ഒരു പാഠമുണ്ട്. സാധാരണ ഈ പോക്കറ്റടിക്കാരനും അതുപോലെ തന്നെ ബലാത്സംഗ കേസിലെ പ്രതിക്കൊന്നും യാതൊരു കുഴപ്പമില്ല. സബ് ജയിലിൽ കിടന്ന് അവൻ ഏത് വിപരീത സാഹചര്യത്തിലും കഴിഞ്ഞുകൂടും. അതിൻ്റെ ഒരു അനുകൂലനം ഉണ്ടാവും. അവൻ അതിനായിട്ട് ജനിച്ചവനാണ്. ബ്രോൺ ക്രിമിനൽസാണ്. ഇതങ്ങനെയല്ല. വാസു അങ്ങനെ ഒരു ക്രിമിനലല്ല. സുഖലോലുപനായിട്ട് ദേവസ്വം ബോർഡ് കമ്മീഷൻ അധികാര സ്ഥാനങ്ങളുടെ ശീതളച്ചായിൽ
അഭിരമിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഈ കൊട്ടാരക്കര സബ് ജയിലിൽ ഒരു ദിവസം കിടന്നാൽ മതി ഡിപ്രഷൻ ഉണ്ടാവും. അതൊരു മനഃശാസ്ത്രമാണ്, ക്രിമിനോളജിയുടെ ഭാഗവുമാണ്. അതായത് 2 ദിവസം കിടന്ന് കഴിയുമ്പോഴത്തേക്ക് വല്ലാത്ത ഡിപ്രഷനാവും. ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു പോകണമെന്ന്. ഇതിപ്പോൾ എന്ന് പറയുക 24 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു 3 ദിവസം കിടന്ന് കഴിയും എങ്ങനെയും പുറത്തു പോകണം. ചോദ്യം ചെയ്യലുണ്ടാവും. ചോദ്യം ചെയ്യൽ വരുന്ന ഉടനെ അദ്ദേഹം പച്ച ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് സത്യം പറയേണ്ടി വരും. സത്യം പറയുമ്പോൾ ഇതിൽ പത്മകുമാർ ദൈവത്തിനെ പോലെ കരുതിയിരുന്ന അവതാരങ്ങളും കാണും. അത് വരും. അത് വന്നു കഴിയുമ്പോൾ അത് മൊഴിയെ റെക്കോർഡ് ചെയ്യുകയാണല്ലോ, അതിന് രേഖയാക്കും. രേഖയാക്കി കഴിഞ്ഞ് കോടതിയുടെ മുമ്പിൽ കാണിക്കേണ്ടി വരും. കാണിക്കുമ്പോൾ അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുക്കും. ശരിയാണ്, ഈ പോലീസിന് പേടിയുണ്ട്, പ്രൊമോഷൻ തടയുമോ എന്ന് പേടിയുണ്ട്. പക്ഷേ പേടിയില്ലൊന്നും ഒരു കാര്യമില്ല. കോടതിയിൽ ചെല്ലുമ്പോൾ അതിനേക്കാളില്ല, ചിലപ്പോൾ ഇയാളെ പറഞ്ഞു വിടാൻ പറയും. ജോലി കള്ളത്തരം കാണിച്ച പോലീസുകാരന് അവൻ്റെ കരിയർ പോയി. പിന്നെ അതുകൊണ്ട് വലിയ പേടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോടതിയാണ്. അതാണ് ഈ കോടതി ഇതിൽ ഇടപെടുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇതൊരു ആൾ ഇന്ത്യ സർവീസാണ്. വേണമെങ്കിൽ ഇവിടുന്ന് ഓപ്ഷൻ വാങ്ങിച്ച് കേന്ദ്ര ഘടനയിലേക്ക് പോകും. അതിന് മുഖ്യമന്ത്രി ഒപ്പിടണം. വേറൊരു കാര്യം നമ്മൾ കണ്ടേന്നാ, യോഗേഷ് ഗുപ്ത അനുഭവിച്ച കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഉപദ്രവിക്കാൻ പറ്റും. എപ്പോഴും മുകളിലുള്ള ആൾക്ക് നമ്മൾ ഉപദ്രവിക്കാൻ ഒരുപാട് പറ്റും, നമുക്കറിയാവുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. എന്നാലും പക്ഷേ കൂടുതൽ വലിയ കുഴപ്പം ഉണ്ടാകുന്നത് കോടതിയുടെ അടുത്ത് കള്ളം പറഞ്ഞാലാണ്. അവർക്കറിയാതെ അല്ല, IAS ഉദ്യോഗസ്ഥരല്ലേ, അധികം വിവരം കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ പോകും. ഇങ്ങനെ വന്നിരിക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരം. യോഗേഷ് ഗുപ്തയാണല്ലോ അന്വേഷണ സംഘത്തിന്റെ തലപ്പത്ത്. അതെ. അപ്പോ അതിന്റെ ഒരു പ്രതികാരം ഉണ്ടാവും. മാത്രമല്ല അദ്ദേഹം ED പോലുള്ള ഏജൻസികളിലൊക്കെ സേവനം ചെയ്തിട്ടുള്ള, ജോലി ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. മികച്ച ട്രാക്ക് റെക്കോർഡും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ 2 തരത്തിൽ നോക്കിയാലും സത്യത്തിൽ ഒരു എന്താ പറയാ, സത്യത്തിൽ അത് ഒരു തരത്തിൽ സ്വാധീനിക്കാനും കഴിയില്ല. ഇപ്പുറത്ത് കോടതിയുമുണ്ട്, ഒരു വശത്ത് യോഗേഷ് ഗുപ്തയുമാണ്. ഇവനെ ദ്രോഹിച്ചത് തലവേദനയായല്ലോ എന്നുള്ളൊരു തോന്നലുണ്ട്. അതെ, അത് കറക്റ്റ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പേരാണ് ക്യാച്ച് 22 സിറ്റുവേഷൻ. ഒരു രക്ഷയില്ല, അറസ്റ്റ് ചെയ്തേ പറ്റൂ, അല്ലാതെ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അറസ്റ്റ് ചെയ്തേ പറ്റൂ, അവരെ ചോദ്യം ചെയ്തേ പറ്റൂ. ആ ഒരു നിലയിലേക്ക് വരും. അതാണ് CPM ക്യാമ്പിൽ ഇപ്പോൾ അങ്കലാപ്പ് വന്നിരിക്കുന്നത്. വലിയൊരു പറയുന്ന MP-യുടെ പേരൊക്കെ ഒരുപക്ഷെ വാസു തന്നെ പറഞ്ഞേക്കോ? ഒരു MP-യുടെ പേരൊക്കെ ഉണ്ടല്ലോ, MP ഉണ്ട്, MLA ഉണ്ട്. അപ്പോ ഈ MP-യുടെ പേരൊക്കെ വാസു തന്നെ സാറ് പറഞ്ഞ പോലെ 2ാം ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഡിപ്രഷന്റെ അത്യുന്നതങ്ങളിൽ എത്തുമ്പോ തന്നെ പറഞ്ഞു പോയി, ചോദ്യം ചെയ്യണേക്ക് മുമ്പ് ഞാൻ പറയാ സാറേ എന്ന് പറഞ്ഞു. ഡിപ്രഷൻ ഇവർക്കൊന്നും താങ്ങാൻ പറ്റില്ല. തന്നെയല്ല പ്രായവും ഏജും എല്ലാം കൂടെ ആകുമ്പോൾ ഇത് വല്ലാത്ത, കാരണം വലിയ അന്തരീക്ഷത്തിൽ സാമൂഹിക ബന്ധങ്ങളുമായിട്ട് ജീവിച്ച ആൾ ഒറ്റപ്പെട്ടൊരു ജയിലിലെ അറയിൽ കഴിയുമ്പോൾ അവിടെ അദ്ദേഹത്തിന് അനുഭവിക്കുന്ന മാനസികമായിട്ട് സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കരം. വാസുവിന് പക്ഷേ വിജിലൻസ് ഇത്തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളിൽ അറിവുള്ള ആളാണല്ലോ. അപ്പോൾ അതൊരു പരിധിവരെ എന്തെങ്കിലുമൊക്കെ നീക്കുമൊക്കെ ചെയ്തിട്ടുണ്ടാകുമോ ഇതിനു മുമ്പ്, ഈ അറസ്റ്റിന് മുൻപ്? അഹങ്കാരം ഉണ്ടായിരുന്നു. എനിക്ക് പരിജ്ഞാനത്തെക്കുറിച്ച് അറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു മനുഷ്യൻ അവിടെ ഇരുന്നുണ്ട് കമ്മീഷണറായിട്ടിരിക്കുന്നത്. ഇയാളെ കമ്മീഷണറായിട്ട് വെച്ചിരിക്കുന്നത് എന്തിനാ? ആ കസേരയിൽ ഇരുന്നുകൊണ്ട് പിന്നെ അയാളുടെ സ്വന്തം ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനാ? ശബരിമലയിൽ നിന്ന് ഒരു തരി സ്വർണം പോലും പുറത്തു പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനാണ്. അയാളുടെ കീഴിലാണ് ചീഫ് വിജിലൻസ് കമ്മീഷണറും മറ്റും ഉള്ളത്. മനസ്സിലായോ? അതുപോലെ തന്നെ പിന്നെ തിരുവാഭരണം കമ്മീഷണറും ഒക്കെ ഉള്ളത്. ഇവരെല്ലാം മര്യാദയ്ക്ക് ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക. ഒരു സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ. അപ്പോൾ കീഴിലുള്ള ജീവനക്കാരുടെ എല്ലാം റെസ്പോൺസിബിലിറ്റി അദ്ദേഹം. അവർ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. അല്ലാതെ ഇതിൻ്റെ സുഖഭോഗമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമല്ല സ്വീകരിക്കേണ്ടത്, നടപടിയെടുക്കണം. ഒരു തരി പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ താഴോട്ട് ഹയറാർക്കിയിലുള്ളവരോട് പറയണം. അതല്ലല്ലോ സംഭവിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഹയറാർക്കി പോലും ഇല്ലാത്ത ഒരു വ്യാജ നിയമനം, ഞാൻ അങ്ങനെ പറയും, കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ട് അവിടെ നിയമിച്ചിരിക്കുക. കീഴ്ശാന്തിക്ക് എന്തിനാ പരികർമ്മി? കീഴ്ശാന്തി അല്ലേ പരികർമ്മിയായിട്ട് പ്രവർത്തിക്കുക? മേൽശാന്തിയുടെ എന്തിനാ ഇത്രയധികം ആൾക്കാരെ അതിനെ തള്ളിക്കയറ്റുന്നത്? അതിൻ്റെ ആവശ്യം എന്തെന്നാ അതിനകത്ത്? അതിന് ശിപായി, ക്ലാസ് 4 ശിപായി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല. അതിൻ്റെ സ്ഥാനമേ ഉള്ളൂ ശാന്തിമാർക്കെന്നാണ് ഞാൻ അറിയുന്നത്. വേറെ ആൾക്കാരെ ജയിക്കണം അസിസ്റ്റ് ചെയ്യാൻ. അത് ദേവസ്വം ബോർഡ് നിയമിക്കണം, അല്ല കീഴ്ശാന്തിയെ കീഴ്ശാന്തി നിയമിച്ച ആളാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അങ്ങനെ കയറി നിയമിക്കാൻ അധികാരമുണ്ടോ കീഴ്ശാന്തിക്ക്?
കീഴ്ശാന്തി ഹിംസെൽഫ് ഈസ് എ ക്ലാസ് 4 ജീവനക്കാരൻ. ഹൗ ക്യാൻ ഹി അപ്പോയിൻറ്റ് സംബഡി എൽസ്? അങ്ങനൊന്നും അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ നിയമനങ്ങൾ നടത്താൻ അനുവദിക്കരുത്. ദൈവം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡും അല്ല, കീഴ്ശാന്തിയും അല്ല, മേൽശാന്തിയും അല്ല, തന്ത്രിയല്ല. ദൈവം എന്ന് പറയുന്നത് അതല്ല, അതിനൊക്കെ അപ്പുറമുള്ളതാണ്. ഇവരെല്ലാം മനുഷ്യരാണ്, മനുഷ്യരുടെ ദൗർബല്യങ്ങളുള്ളവരാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കേണ്ട ഒരാൾ എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ ചെയ്യുന്നു. ആരാ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാൾക്ക് മെയിൽ ചെയ്യാൻ? അതെന്തൊരു ഹയറാർക്കിയാ? സ്വർണം കുറച്ച് മിച്ചമുണ്ട്, അത് ഞാനൊരു കല്യാണം നടത്തിച്ചോട്ടെ. നിങ്ങളുടെ കുടുംബക്കാരിയോ ഇത് തോന്നിയാസം പറയുന്നത്? എന്നിട്ട് കമ്മീഷണറാണ് പോലും. നിങ്ങളെ എന്തിനാണ് അവിടെ എടുത്തിരിക്കുന്നത്? നിങ്ങൾക്ക് ഈ സാധാരണ ഈ നാട്ടുനടപ്പിൻ്റെ ഒരു ശകലം പോലും അറിയത്തില്ലേ? കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. മറ്റവരുടെ കല്യാണം നടത്താനാണ് നിങ്ങളിവിടെ ഇത്രയും ശമ്പളം കൊടുത്ത് കാറും കൊടുത്ത് വെച്ചിരിക്കുന്നത്? ഇത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യമാണോ? കൊള്ളാമല്ല അങ്ങനെയാണെങ്കിൽ. കല്യാണം നടത്തിപ്പിന് വല്ലവരുടെയും കല്യാണം നടപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അനുവാദം കൊടുക്കാതിരിക്കുന്നു, മെയിൽ അയക്കുന്നു, അതിന് മറുപടി കൊടുക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ സ്വർണ്ണമാണത്, അതും അങ്ങ് എടുത്തോട്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്തോ ഇത് സ്വർണ്ണാഭരണശാലയുടെ അധിപനോ? പരിപാവനമായ ഒരു സ്ഥലത്തിൻ്റെ ചുമതല നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയാണോ പറയുന്നത്? നിങ്ങളുടെ CPM-ലാണെങ്കിൽ ഇത് നടക്കുമോ? ദേശാഭിമാനിക്ക് വേണ്ടിയിട്ട് EP ജയരാജൻ അവിടുന്ന് ഒരു മാർട്ടിൻ അല്ലേ, സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് പണം വാങ്ങിച്ചതിന് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നില്ലേ? അത്രയെങ്കിലും ഒരു മര്യാദ വേണ്ടേ? ദൈവത്തെ നിങ്ങൾക്ക് വിശ്വാസമില്ല, പോട്ടെ, അയ്യപ്പനിലും വിശ്വസിക്കണം എന്ന് വിചാരിച്ച് തോന്നിയാസം നടത്താനുള്ള അധികാരം ചിട്ടാരാണ് നിങ്ങൾക്ക് നൽകി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.